ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 21 മാർച്ച് 2026 ശനിയാഴ്ച കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോകണം അർജുനമ്പയുടെ. അപ്പോൾ ആക്ച്വലി എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇന്നലെ രാത്രി എന്നെ കണ്ണൂർക്ക് പോകാൻ വേണ്ടിയായിരുന്നു തെയ്യം കാണാൻ വേണ്ടി. പക്ഷേ ഇന്നലെയാണ് അർജുനമ്പി ചേട്ടൻ വിളിച്ചിട്ട് ചാലഞ്ചിന് വേണ്ടി റെഡിയാണോ, ശനിയാഴ്ച ഫ്രീ ആണോ ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ അവസരം കളയേണ്ടെന്ന് ഓർത്തുള്ള രീതിയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഇന്ന് ചാലഞ്ചിന് ശേഷം വൈകിട്ട് കണ്ണൂർക്ക് ട്രെയിൻ കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിനെ പറ്റി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 calorie = 1 rupee. അതായത് എത്ര കാലറി കഴിക്കുന്നു അത്രയും രൂപ ഏൺ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ വലിയൊരു വിശക്കുന്നൊന്നുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. 11 മണിക്ക് കലൂർ റൗണ്ടിലെത്താനാണ് പറഞ്ഞത്. അപ്പോൾ വിശക്കുന്നില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. കുറച്ച് കാലോറി അടിച്ച് കയറ്റാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെന്താ പറയുക, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ റെഡിയായിട്ട് നമുക്ക് നേരെ കലൂർക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എടച്ചിറയാണ്, കാക്കനാട് എടച്ചിറയാണ്. അവിടുന്ന് കാക്കനാട് പോയി അവിടുന്ന് അടുത്ത ബസ് പിടിച്ച് വേണം കലൂർക്ക് പോകാൻ. അവർ ആലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് നോക്കാം. നമുക്ക് 11 മണിയാകുമ്പോൾ എത്താം. 1 hour ഇനഫാണ്. അപ്പോൾ നമുക്ക് പോകാമല്ലേ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഫുള്ള് റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുക. അപ്പോൾ നമ്മുടെ ബാഗ് ഇതാണ് നമ്മൾ കണ്ണൂർക്ക് കൊണ്ടുവന്ന ബാഗ്. അപ്പോൾ ഇതും കൊണ്ടാണ് പോകുന്നത് ചലഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നേരെ ചലഞ്ച് ചെയ്യുന്നു, ചലഞ്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കാരണം ട്രെയിനിന് കണ്ണൂർക്ക് പോകുന്നു, അതാണ് പ്ലാൻ. അപ്പം ലെറ്റ്സ് ഗോ. നമ്മളൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ആരുമില്ല കേട്ടോ. ഈതായിട്ട് എല്ലാവരും നാട്ടിൽ പോയേക്കുക. അപ്പോൾ ഞാൻ നൈസായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം ഒരു 1.5 kilometer ഉണ്ട്. അപ്പോൾ നടക്കാം, കുറച്ച് എക്സസൈസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാലറി കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞൂടെ, വിശപ്പില്ല. കുറച്ച് നേരം കഴിഞ്ഞാൽ വിശപ്പ് വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ മാക്സിമം കാലറി കഴിക്കുകയാണ്. ദൈവമേ നല്ലതായിട്ട് കഴിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് നടന്ന് നേരെ ഇൻഫോ പാർക്കിൽ പോവുക. അവിടുന്ന് ഫസ്റ്റ് കാക്കനാട് ബസ് പിടിക്കുക. അവിടെ നിന്ന് കലൂർ ബസ് കിട്ടും. അപ്പോൾ അത് പിടിച്ച് നമ്മൾ കൃത്യം 11 മണിയാകുമ്പോൾ എത്തണം. അപ്പോൾ അതാണ് ടാസ്ക്. അൺസൈക്കബിൾ വെയിലാട്ടോ, ഒരു രക്ഷയില്ല. ദൈവമേ കാലറി ബേൺ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാനാണല്ലോ അവസാനം ബേൺ ആവുന്നത്. നമ്മുടെ ലഗേജ് വെച്ചാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഇൻഫോ പാർക്ക് സിഗ്നലിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ബസ് പിടിക്കണം കാക്കനാടേക്ക്, അതാണ് പ്ലാൻ. സമയം ഇപ്പം 10:05, 11 മണിയാകുമ്പോഴത്തേക്ക് എത്തണം. അങ്ങനെ ഇവിടെ ഇൻഫോ പാർക്കിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു വണ്ടി കിട്ടിയിട്ട് KSRTC കാലി വണ്ടി. അപ്പോൾ അതിൽ കയറി നേരെ കാക്കനാടിലേക്ക് പോവാം. പിന്നെ ശനിയാഴ്ച ആയിട്ടും വണ്ടി കാലി കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യമായി വ്ളോഗ് എടുക്കാൻ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ കുറച്ചുണ്ട്. അപ്പം ഏറ്റവും ബെറ്റർ ആയിരിക്കും, കാരണം ആൾക്കാരൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കാക്കനാട് എത്തി. കാക്കനാട് ഇറങ്ങിയിട്ട് ഇനി അടുത്ത കലൂർ വണ്ടി പിടിക്കണം. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കലൂർ വണ്ടി കിട്ടി. നമുക്ക് കയറിയിട്ട് നമുക്ക് നേരെ കലൂർ സ്റ്റേഡിയത്തിൽ പിടിക്കാം. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തി, കലൂർ സ്റ്റേഡിയം. അപ്പോൾ അർജുൻ ചേട്ടൻ ഇപ്പോൾ വിളിച്ചായിരുന്നു. അർജുൻ ചേട്ടനും ടീമും ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:40 ആവുന്നേ ഉള്ളൂ. 11 മണിയാണ് സമയം പറഞ്ഞ്. അപ്പോൾ ഒരു 10:45 ആകുമ്പോൾ അവിടെ എത്താമെന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ളിലേക്ക് കയറി അങ്ങോട്ട് നടക്കണമല്ലോ. അങ്ങനെ സ്റ്റേഡിയം എത്തി. ഇതാണ് കലൂർ സ്റ്റേഡിയം. അപ്പോൾ ഇന്ന് എത്ര കലോറി കഴിക്കാൻ പറ്റും എന്നറിയില്ല. അപ്പോൾ നല്ല മാക്സിമം കാലറി കഴിച്ചാൽ അത്രയും പൈസ മേടിക്കാൻ പറ്റും. അപ്പം വിഷ് മീ ലക്ക്. അപ്പം നമുക്ക് ചലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ.